ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായി നമ്മുടെ ചാനലിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ ഗാരേജിലേക്ക് പുതിയ ട്രാവലറും കാര്യങ്ങളൊക്കെ മേടിച്ചതാണ് കേട്ടോ. നിങ്ങൾക്കറിയാലോ, നമ്മുടെ കയ്യിലൊരു സാധാ ബസ്സും പിന്നെ ഒരു ജയ്ഗുരും പിന്നെ ഒരു പീക്കാച്ചു എന്ന് എഴുതിയിട്ടുള്ള രണ്ട് ടൂറിസ്റ്റ് ബസ്സും ഒരു നോർമൽ ബസ്സും നമ്മുടെ അടുത്തുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഓട്ടങ്ങൾക്ക് പോകാൻ നമ്മുടെ കയ്യിൽ വേറൊരു വണ്ടിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയൊരു ട്രാവലറും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വണ്ടി എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണ്ടിട്ടോ ഞാൻ ഒരു ഓട്ടം പോകുമായിരുന്നു. അപ്പോഴാണ് ഇതിൻ്റെ വീഡിയോ എടുക്കേണ്ട കാര്യം ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മുടെ ഗാരേജിലേക്ക് പുതിയതായിട്ട് വന്ന ട്രാവലർ കേട്ടോ. അപ്പോൾ ഇതിനും നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ട് നമുക്ക് എന്തായാലും വേഗം ഓടിയിട്ട് വണ്ടിയുടെ ഉള്ളിൽ കയറിയിരിക്കാം. ഞാൻ നിങ്ങൾക്ക് ലൈറ്റൊക്കെ ഇട്ട് കാണിച്ചിട്ട് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ. കുഴപ്പമില്ല, അത്യാവശ്യം ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കിനി വണ്ടിക്ക് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ പുതിയ വണ്ടി ആയാലാണ് വെള്ള കളറിൽ. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ. എൻ്റെ GPS കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ കുറേ വിശേഷങ്ങൾ കേട്ടോ. നമുക്ക് എന്തായാലും ഓട്ടം പോകാൻ സമയമായിട്ട് നമ്മൾ ഇൻട്രോ എടുക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയത് കേട്ടോ. മഴയും കാര്യങ്ങളൊക്കെ പെയ്ത് നമുക്ക് വൈപ്പറൊക്കെ ഇട്ട് നോക്കാം. വൈപ്പറൊക്കെ ഇടുമ്പോൾ പക്ക കേട്ടോ. വെള്ളം കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ഗ്ലാസ്സിൽ നിന്ന്. നമുക്ക് എന്തായാലും മെല്ലെ റോട്ടിക്ക് ഇറക്കാം. മഴ തോർന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് മെല്ലെ നോക്കി ഇറക്കാം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അടിഭാഗം തട്ടും. നമുക്ക് എന്തായാലും മെല്ലെ ഇറക്കാം. മെല്ലെ ബ്രേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ഇറക്കാം കേട്ടോ. തൊട്ടപ്പുറത്തൊരു കടക്കണം കേട്ടോ, ഫാർമസി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങോട്ട് തിരിച്ച് കയറ്റിയിട്ടതാണ് വണ്ടി. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി കാര്യങ്ങളൊക്കെ റോട്ടിക്ക് മെല്ലെ ഇറക്കാം കേട്ടോ. അടി തട്ടണില്ല തോന്നുന്നു കേട്ടോ. നമുക്ക് എന്തായാലും മെല്ലെ ഇറക്കാം. നമുക്ക് എന്തായാലും പോയിട്ട് ട്രിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അവരെ പോയിട്ട് വേഗം എടുക്കാം. തട്ടിട്ടൊന്നും ഇല്ല തോന്നണോ. അങ്ങനെ ട്രാവലറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ട് റോട്ടിക്ക് നമുക്ക് എന്തായാലും ആൾക്കാരെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാം. അവർ ബസ് സ്റ്റാൻഡിൽ നിൽക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അവരെല്ലാവരും കൂടിയിട്ട്. അതിൽ കുറച്ച് പേരുള്ളൂ. അതാണ് പിന്നെ നമ്മുടെ അടുത്ത് ബസ് എടുക്കേണ്ടതാണ്. നമുക്ക് പിന്നെ ട്രാവലർ എടുത്തിട്ട് അധികം 2 ദിവസമായിട്ട് ആയിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ട്രാവലറിന് ഫസ്റ്റ് വട്ടം കിട്ടും ചെയ്തു. പിന്നെ നമുക്ക് എന്തായാലും സ്റ്റാൻഡ് പോകേണ്ടത്. അപ്പോൾ ഒന്ന് കുറച്ച് ദൂരമുള്ള സ്റ്റാൻഡിലേക്ക് ഫ്രണ്ടിൽ കാണുന്നത് സ്റ്റാൻഡ് കേട്ടോ. കാലാവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിയിൽ നിന്ന് നേരെ കോയമ്പത്തൂർ വഴി അങ്ങനെയൊക്കെ ആയിട്ടാണ് പോണത്. അപ്പോൾ നോക്കുമ്പോൾ എല്ലാവരും അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരം വൈകി തോന്നുന്നുണ്ട്. നമുക്കെന്തായാലും ആൾക്കാരെ ഇങ്ങനെയുള്ള കയറ്റാട്ടോ വണ്ടിയിൽ നിർത്തി കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ കയറട്ടെ. അപ്പം നമ്മളങ്ങനെ വണ്ടി ഡോർ ഇങ്ങനെയൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് ഇത് അങ്ങനെ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് അങ്ങനെ കയറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും വണ്ടി മെല്ലെ എടുക്കാം ഇവിടുന്ന്. ഇപ്പം മഴ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് രക്ഷപ്പെട്ടു. നമുക്ക് എന്തായാലും മെല്ലെ വണ്ടി കാര്യങ്ങളൊക്കെ ഇവിടുന്ന് എടുക്കാം കേട്ടോ. നമ്മളങ്ങനെ ഫസ്റ്റ് ട്രിപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ട്രാവലർ കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് മെല്ലെയാണ് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ജയ്ഗുരു എന്തായാലും വേറെ ഓട്ടം പോയി കേട്ടോ. അത് കാരണം ഇപ്പം നമ്മുടെ ഗാരേജിൽ ഇപ്പം ഇല്ല. നമ്മുടെ പീക്കാച്ചി മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് എന്തായാലും പോയൊക്കെ എന്തായാലും നമ്മളിപ്പോൾ കൊച്ചിയിൽ തന്നെ ഉണ്ടോ. കൊച്ചിയിൽ നിന്നാണ് നമ്മൾ കോയമ്പത്തൂർക്ക് പോണത്. കണ്ടോ, ലൈറ്റും കാര്യങ്ങളൊക്കെ പക്ക കേട്ടോ. നല്ല ബ്രൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ GPS പിന്നെ മിററിന് താഴെ ഒരു ബൊമ്മയും കാര്യങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളങ്ങനെ വണ്ടി കാര്യങ്ങളൊക്കെ ഓടിച്ചതാ. നമ്മൾ നല്ല നേരം വൈകിട്ടോ, നല്ല രാത്രി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ കോയമ്പത്തൂർ ഏകദേശം എത്താനായിട്ടുണ്ട് കേട്ടോ. നല്ല രാത്രി ആയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്താ സ്റ്റിക്കർ വർക്കും എന്താണിത്, റോട്ടിൽ എന്തോ അമ്പ് പോലത്തെ എന്തോ ഉണ്ട് കേട്ടോ. നമ്മൾ സ്പീഡിൽ വരാറ് ഞാനത് കണ്ടില്ല. പെട്രോൾ പമ്പ് ഉണ്ട്. പെട്രോളൊക്കെ ഉണ്ട്. പെട്രോൾ 172 ലിറ്റർ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പേടിക്കാനില്ല. അങ്ങനെ പെട്രോൾ ഇല്ലാച്ചിട്ട് ഞാനിവിടെ നിർത്തിയത്. പെട്രോളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നേരെ തന്നെ പോവാം. നാളെ പിന്നെയും ചാറുണ്ട് തോന്നുന്നു കേട്ടോ. നമുക്കത് കേബിൻ ആക്കിയാലാണ് മനസ്സിലാവുള്ളൂ. നല്ല ക്യാമറ മാറ്റി വെക്കാം കേട്ടോ. ഏകദേശം 4ാമത്തെ ക്യാമറയിലിട്ട് ഓടിക്കുമ്പോൾ ഇതാണ് കേട്ടോ അവസ്ഥ. വണ്ടി അങ്ങനെ പോകുന്നുണ്ട്. വണ്ടിയൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മടി വേണ്ട. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ മഴയത്ത് ഇത്ര നേരം വൈപ്പർ ഇടാണ്ട് കേട്ടോ ഓടിച്ചേർന്ന്. നമ്മുടെ മുകളിലത്തെ ലൈറ്റ് ഇത് അങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ നാഷണൽ ഹൈവേ കൂടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. ഏതോ ഒരു പാലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇടിച്ചോ? ഇല്ല ഇടിച്ചിട്ടില്ല. ഞാൻ ഇടിച്ചു വിചാരിച്ചിട്ടോ. അപ്പോൾ അങ്ങനെ രാത്രി കാരണം ഞങ്ങളൊരു ഹോട്ടൽ നോക്കി നിർത്തിയാണ് കേട്ടോ. ഭക്ഷണം കാണാൻ കഴിക്കാം. എല്ലാവരും വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ കാരണം നല്ലൊരു ഹോട്ടൽ നോക്കി നിർത്തി കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും നേരെ വണ്ടി എടുക്കാം. നമ്മളിപ്പോൾ പാലക്കാട് എത്തിയിട്ടോ. ഇനി കോയമ്പത്തൂർ കുറച്ചും ദൂരം കൂടി ഉണ്ട്. നമുക്ക് എന്തായാലും കുറച്ചുകൂടി പോകാണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വിശക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഹോട്ടലിൽ നിർത്തിയതാണ്.
നമുക്ക് എന്തായാലും ഇനി നേരെ പോവാം. ഇനി എവിടെ സ്റ്റോപ്പൊന്നും ഇല്ല കേട്ടോ. ഇനി നേരെ കോയമ്പത്തൂർ. എല്ലാവരും നല്ല ഉറക്കാട്ടോ, നമ്മൾ മാത്രമാണ് ഉറങ്ങാണ്ട് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ കുറേ ദൂരം വണ്ടി ഓടിച്ച് ലാസ്റ്റ് നമ്മൾ കോയമ്പത്തൂർ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ ഇറക്കി വിടണം. നമ്മൾ എന്നിട്ട് പോകും കേട്ടോ. ഇവിടെ എന്തോ സ്റ്റേ ചെയ്യാനുള്ള എന്താ പരിപാടിയാണ്. ഇനി ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കാമെന്നാട്ടോ പറഞ്ഞത്. നമുക്ക് എന്തെങ്കിലും കുറച്ച് സൗണ്ട് കൂട്ടാം, ഒരു വിളിക്കാം. അപ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞത്. അത് കാരണം നമ്മളിവിടെ നിൽക്കുന്നില്ല. നമ്മൾ തിരിച്ചു പോകട്ടോ. അപ്പോൾ തന്നെ ഇവിടെ ഇറക്കി വിട്ടാൽ മതി എന്ന് പറഞ്ഞിരിക്കണേ. നമുക്ക് എന്തായാലും ഇവിടെ ഇറക്കി വിടാം. ഇവിടെ അല്ല, കുറച്ചുകൂടി നീങ്ങിയിട്ട് കേട്ടോ. എന്തായാലും ഇവിടെ ഏതോ ഒരു സ്റ്റാൻഡിൽ ഇറക്കി വിട്ടാൽ മതി എന്നാണ് പറഞ്ഞത്. അത് നോക്കിയിട്ടാണ് നമ്മൾ GPS പോകണേ. അപ്പോൾ ആ സ്റ്റാൻഡിൽ ഇറക്കി വിട്ടിട്ട് ഇവിടുത്തെ പരിപാടി കഴിയുമ്പോൾ അവർ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്നാൽ മതി പറഞ്ഞു. അപ്പം നമുക്ക് എന്തായാലും അതുവരെ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മളിവരെ ഇറക്കുന്നു, നമ്മൾ പോകണു. നമുക്ക് എന്തായാലും വണ്ടിയായിട്ട് നേരെ സ്റ്റാൻഡിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇത് കോയമ്പത്തൂരിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് വന്നിട്ടാണ് ഈ സ്റ്റാൻഡ്. അത് കാരണം കുറച്ചധികം ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ സ്റ്റാൻഡ് തപ്പി അങ്ങനെ വന്ന് ആ കാറിന് ഇടിച്ചു വന്നിട്ട് കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ഹെൽത്ത് 97 കുറഞ്ഞിട്ടോ. നമ്മൾ വരുന്ന വഴിക്ക് അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് ഇടിച്ചായിരുന്നു. സ്ക്രാച്ച് നമ്മൾ കാണിട്ടോ വണ്ടിയിൽ. നമുക്ക് പോകുമ്പോൾ വേണം നേരാക്കിയിട്ട് കൊണ്ടുപോകാൻ. നമുക്ക് എന്തായാലും ഇതാണ് കേട്ടോ അവർ പറഞ്ഞ സ്റ്റാൻഡ്. ലൊക്കേഷൻ വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെയാണ് സ്റ്റാൻഡ്. നമുക്ക് എന്തായാലും ഇവിടെ ഇറക്കിയിട്ടിട്ട് നമുക്ക് എന്തായാലും നേരെ പോകണം. ഇപ്പം തന്നെ നേരം വൈകിപ്പോൾ വിട്ടാലാണ് രാവിലെ എത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഇറക്കി വിടാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളെല്ലാവരും ഇവിടെ ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.